താൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഒട്ടനേകം ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകും. ഊണും ഉറക്കവും ഒഴിച്ച് അവരുടെ കൂടെ നടന്ന് കഴിവിൻ്റെ പരമാവധി വിജയിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രയത്നിച്ചവരുണ്ടാകും. വിഷയം അതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ജയിക്കേണ്ടുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജയിക്കണം. ഒരു സത്യവിശ്വാസിയായ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഭയാനകമായ ഒരു ദിവസത്തിൽ വിജയിക്കുക എന്നതാണ്. കഠിനമായ പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്ന ആ ദിവസത്തിൻ്റെ പ്രതിസന്ധികളെ, പ്രത്യാഘാതങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് നാളേക്ക് വേണ്ടി അധ്വാനിക്കാൻ, ഈ ഭൂമിയിൽ ജീവിച്ച ആയുസ് മുഴുവൻ ലഭിച്ചിട്ട് മറ്റൊരാളുടെ വിജയത്തിനു വേണ്ടി എന്തെല്ലാം അധ്വാനങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സ്വന്തം ജയത്തിനു വേണ്ടി, പരലോക ജയത്തിനു വേണ്ടി നാം എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. പള്ളിയിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ പോകാൻ കഴിയുന്നുണ്ടോ? ദുനിയാവിൻ്റെതായ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് ആഖിറത്തിൻ്റെതായ പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചോ? ദുനിയാവിലെ വിജയങ്ങൾക്ക് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തുന്ന സംസാരങ്ങൾ നമ്മിൽ നിന്ന് വന്നുപോയോ? നമ്മുടെ കടമകൾ നമ്മൾ വിസ്മരിച്ചോ? കേവലം ഒരു രാഷ്ട്രീയ വിഷയം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തലമെടുത്തു നോക്കിയാൽ നമ്മൾ ഏറെ ഗൗരവത്തോടെ അള്ളാന്റെ കോടതിയിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ എണ്ണുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്ന് സന്തോഷത്തോടെ ആഹ്ലാദിക്കാൻ നമുക്ക് കഴിയുമോ? അതല്ല ദുഃഖഭാരത്താൽ തലകുനിക്കുന്നവനായി നാം മാറുമോ എന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് അള്ളാന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നതും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം. വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി, വിജയിക്കുന്ന ഒരു ദിവസം വരാൻ വേണ്ടി, സ്വന്തം ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ദുനിയാവിലെ അള്ളാനെ സൂക്ഷിക്കണേ, നാളേക്ക് വേണ്ടി അധ്വാനിക്കണേ. മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ ജനങ്ങളെ ഉപദേശിച്ച ഖൗലുകൾ കാണാൻ സാധിക്കും. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാന്റെ കോടതിയിൽ നിങ്ങളുടെ കർമ്മങ്ങളെ വിചാരണക്ക് വെക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്ത് നോക്ക്. എൻ്റെ ഇബാദത്തുകൾ ശരിപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ സ്വഭാവം ശരിപ്പെടുത്തിയിട്ടുണ്ടോ? എൻ്റെ കുടുംബജീവിതം ശരിയാണോ? എൻ്റെ മക്കളോടുള്ള ബാധ്യതകൾ ശരിയായി പോകുന്നുണ്ടോ? എൻ്റെ കച്ചവടത്തിലെ ഇടപാടുകൾ മാന്യമാണോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ സമ്പാദ്യ മുതലുകൾ ഹലാലിലാണോ? ഞാൻ ഇന്ന് മരിച്ചാൽ ഇന്ന് ജീവിക്കുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും നാളത്തെ വിജയത്തിന് ഉപകരിക്കുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ച് വിചാരണ ചെയ്തോ. വസിനു അൻഫുസകും ഖബ്ല അൻ തൂസനു, നാളെ പരലോകത്ത് കർമ്മങ്ങൾ തൂക്കുന്നതിന്റെ മുമ്പ് ഇവിടുന്ന് നീ ജസ്റ്റ് നിന്റെ കർമ്മങ്ങൾ തൂക്കി നോക്കിക്കോ, പരിശോധിച്ചോ. നാളെ അള്ളാന്റെ കോടതിയിലെ വിചാരണക്ക് ഒരു പ്രത്യേകതയുണ്ട്. തിരിച്ചു വന്ന് നന്നാകാൻ 5 കൊല്ലത്തെ ഭരണ വിജയമല്ല ഇത്. തിരിച്ചുപോയി നന്നാകാൻ പറ്റുന്ന ഒരു ദിവസമല്ല അത്. തിരിച്ചുപോയി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി തിരിച്ചു വരാൻ ഒരു ചാൻസ് ഇല്ലാത്ത ദിവസമാണ്. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, മറച്ചു വെക്കാൻ പറ്റുന്ന, ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഇവിടെ വിജയിക്കാൻ ഇരുട്ടുള്ള സമയത്ത് പലതും ചെയ്തിട്ടുണ്ടാകും. സ്വകാര്യമായി ആരോടും അറിയാതെ വിജയത്തിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ടാകും. എന്നാൽ ഒരിക്കലും രഹസ്യമാക്കി വെക്കാൻ പറ്റാത്ത എല്ലാം പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതിനുവേണ്ടി അള്ളാഹ് പ്രത്യേകം സദസ്സൊരുക്കാണ്. ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ, ഇറക്കമോ കയറ്റമോ നിനക്ക് കാണാത്ത ഒരു പരന്ന പ്രദേശം അള്ളാഹ് തയ്യാറാക്കി തരും. ഒരു വളവും തിരിവുമില്ലാതെ നേരെ എല്ലാവരും നിർത്തപ്പെടുന്ന ദിവസം. എല്ലാ ശബ്ദങ്ങൾ പോലും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടു കൊടുക്കും. ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല.
ഫലാ തസ്മഉ ഇല്ലാ ഹംസാ, നിനക്കൊരു മന്ത്രത്തിന്റെ ശബ്ദം, ഒരു ശ്വാസോച്ഛ്വാസത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത വിധേനയുള്ള അവസ്ഥ നിനക്ക് വരാനുണ്ട്. ഈ ദിവസം, ഈ പരലോക കോടതി എല്ലാവരും അനുഭവിക്കാൻ പോകുന്നതാണ്. അവിടെ നമ്മളെ കൊണ്ട് നടക്കാൻ പാർട്ടിക്കാർ വരില്ല, അവിടെ നമ്മെ വിജയിപ്പിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ വരൂല, അവിടെ നമ്മെ സംരക്ഷിക്കാൻ വാർഡിലെ മെമ്പർമാര് വരൂല. അന്ന് പൂർണ്ണമായ അധികാരം ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇവിടെ നമുക്ക് പറയാലോ, ഇത്ര ശതമാനം എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര കുടുംബങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക്. ആരുമാരുമില്ലാതെ സമ്പൂർണ്ണ അധികാരം അന്ന് അള്ളാന്റെ കയ്യിലാണ്, വാഹിദിൽ ഖഹാറായ അള്ളാന്റെ കയ്യിലാണ്. അവിടെയാണ് മനുഷ്യ, നിനക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചാൽ, ഏതെങ്കിലും നിന്റെ നിലപാടിൽ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ, നിന്റെ ഈ തെരഞ്ഞെടുപ്പുകാല പ്രവർത്തനങ്ങളിൽ അബദ്ധങ്ങൾ സംഭവിച്ചാൽ 5 കൊല്ലം കാത്തിരിക്ക്, നിനക്ക് ഇനിയും നന്നാക്കി അതിനെ ഉഷാറാക്കി എടുക്കാനുള്ള മാർഗമുണ്ട്. അത്താഉസ്സലമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, നാളെ പരലോകത്തെത്തിയിട്ട് നിന്റെ നിസ്കാരം ശരിയായില്ല, നീ ചെയ്ത നോമ്പ് ശരിയായിട്ടില്ല, നീ ചെയ്ത കർമ്മങ്ങൾ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത് തിരിച്ചു വന്ന് നന്നാക്കി എടുക്കാൻ അവസരം ഉണ്ടാവില്ല. ഈ വിചാരണ, ഈ ജയപരാജയം നമ്മൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ചില മനുഷ്യരൊക്കെ മരിക്കുന്ന സമയത്ത് വരെ കെഞ്ചി നോക്കും. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ. മരണം വരുമ്പോ ചില മനുഷ്യർ അടുത്തെത്തി കഴിയുമ്പോ പറയും, ഇത്ര റബ്ബേ, ജീവിതത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി തരുമോ? എന്തിനാന്നറിയോ? ലഅല്ലി അഅമലു സാലിഹൻ ഫിമാ തറക്തു, ഞാൻ ഇതുവരെ വിട്ടുപോയ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ തയ്യാറാണ്, ഇനി ഞാൻ റെഡിയാണ്. പക്ഷെ ഇനി ചാൻസ് തരൂല. മരണത്തിനും പരലോകത്തിനും രണ്ടാമത് റീടേക്കുകളില്ല, സപ്ലിമെന്ററി ചാൻസുകളില്ല, റിവാലുവേഷൻ ചാൻസുകളില്ല, ഒറ്റ ചാൻസ്. അതിൽ നമ്മൾ വിജയിക്കാൻ നമുക്ക് കഴിയണം. കാഹളത്തിൽ അങ്ങ് ഊതിക്കഴിഞ്ഞാൽ, അവസാനത്തെ മണി മുഴങ്ങിക്കഴിഞ്ഞാൽ, അവസാനത്തെ സമയം എത്തിക്കഴിഞ്ഞാൽ, ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. ആരും കുടുംബക്കാരന്വേഷിക്കൂല, ആരും വരാത്തവരെ കുറിച്ച് അന്വേഷിക്കൂല, കാണാത്തവരെ പറ്റി ചോദിക്കൂല, ബന്ധുവിനെ പറ്റി അന്വേഷിക്കൂല. അവനവന്റെ കാര്യം നോക്കുന്ന ഒരു ദിവസമാണ്. എന്താണ് അവിടെ എണ്ണാൻ പോകുന്നത്? കർമ്മങ്ങളാണ്. നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ ഓരോന്ന് സ്ക്രൂട്ടിനി ചെയ്യുന്ന, പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസമാണ് വരുന്നത്. തൂക്കി നോക്കുന്നത് മുഴുവൻ നമ്മുടെ സ്വന്തം ചെയ്തികളാണ്. അന്ന് ആ മനുഷ്യന്റെ കർമ്മങ്ങൾ പരിശോധിക്കുന്ന ദിവസത്തിൽ ആരുടെയെങ്കിലും തുലാസിൽ നന്മ കൊണ്ട് നിറക്കപ്പെട്ടാൽ, ഭാരം കൂടിയാൽ, അവരെ പ്രഖ്യാപിക്കും, അവർ വിജയിച്ചോലാണ്. ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഇനി വേറെ ഒരു രേഖ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, തെളിവ് ആവശ്യമില്ല. അവിടെ പ്രഖ്യാപിക്കപ്പെടും. ആ നന്മയുടെ തുലാസിന്റെ ആധിക്യം മാത്രം മതി അവിടെ അവനെ വിശ്വസിക്കാൻ. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ആ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അവർ വിജയിച്ചവരായി അന്ന് പ്രഖ്യാപിക്കപ്പെടും. അന്നേ ദിവസം വമൻ ഖഫ്ഫത് മവാസീനു, കർമ്മരേഖാ പുസ്തകം തൂക്കി നോക്കുമ്പോൾ ഭാരം വളരെ കുറഞ്ഞുപോയി. അപ്പോഴാണ് നമ്മളൊരു ദിക്റിന്റെ മഹത്വം അറിയാം. അപ്പോഴാണ് ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കാരത്തിന്റെ മഹത്വം അറിയാം. അന്നാണ് നമ്മളൊരു ജുമുഅക്ക് നേരത്തെ വന്നൊരു സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിന്റെ മഹത്വം തിരിച്ചറിയുക. അന്നാണ് ഒരു 10 രൂപ സ്വതക്ക കൊടുക്കുന്നതിന്റെ വില മനസ്സിലാക്കുക. അന്നാണ് തഹജ്ജുദ് നമസ്കാരത്തിന്റെ പോരിശ മനസ്സിലാകാൻ പോണത്. നമ്മൾ വിട്ടുപോയ സകല നന്മകളുടെയും മഹത്വത്തിന്റെ വിലയറിയുന്ന ദിവസമാണത്. അന്ന് കനം കുറഞ്ഞാൽ, കർമ്മങ്ങൾ കുറഞ്ഞു പോയാൽ, സ്വയം നഷ്ടക്കാരിൽ പെട്ടവനായി അവൻ മാറും. ഒരു പകരക്കാരൻ, റെക്കമെൻഡേഷൻ, ശുപാർശകം പോലും വരൂല.
നമ്മളാളാന്ന് പറയാൻ ഒരാളും വരാനില്ലാതെ സ്വയം നഷ്ടക്കാരനായി മാറും. ഫീ ജഹന്നമ ഖാലിദൂൻ. അവസാനം അവന്റെ സ്ഥിരതാമസം പിന്നീട് ഖാലിദീങ്ങളായി ശാശ്വതരായി നരകത്തിലേക്കാണ് പോകുന്നത്. തൽഫഹു വൂജൂഹഹുമുൻ നാർ വഹും ഫീഹാ കാലിഹൂൻ. മുഖം കുത്തിയാണ് വീഴ. നമ്മൾ ഏറെ ബഹുമാനിക്കുന്ന, നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്ന നമ്മുടെ മുഖമുണ്ടല്ലോ, ആ മുഖമാണ് നിലത്ത് കുത്തിയവരായി, നരകത്തിലേക്ക് മുഖം കുത്തിയവരായി പതിച്ചു വീണ് ചുട്ട് കരിക്കപ്പെടുന്നത്. അവരുടെ മുഖങ്ങളെ വികൃതമാക്കുമെന്ന് പറഞ്ഞത് ആ നരകത്തിൽ പരാജയത്തോടെ പോകുന്ന മനുഷ്യരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ലോകത്ത് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ വെച്ച് തൂക്കി നോക്കുന്ന ദിവസത്തിൽ നമ്മൾ സ്വയം വിജയികളാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനേക്കാളേറെ നമ്മൾ ആകാംക്ഷയുള്ളവരായി മാറണമെന്നാണ്. അതേ സമയത്ത് ഈ ദുനിയാവിൽ ഒരു മുസ്ലിം ഇടപെടുന്ന ഏത് കാര്യത്തിലും അവൻ ഉണർന്ന് പ്രവർത്തിക്കണം. അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതൊരു അധികാരമാണ് നമ്മുടെ കയ്യിൽ വരുന്നത്. നമ്മൾ വിജയിപ്പിക്കുന്ന ഒരു മനുഷ്യന് ഒരു അധികാരമാണ് കയ്യിൽ കിട്ടുന്നത്. അതിനുവേണ്ടി അധ്വാനിച്ചവർ ഒരു അധികാരം കിട്ടാൻ വേണ്ടിയാണ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചരിത്രം എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ചുകൊണ്ട് ഉപദ്രവിച്ച വ്യക്തിയായിരുന്നു. നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, നിങ്ങൾ എനിക്ക് പുറത്തു തന്ന്, നിങ്ങൾ മാപ്പ് തന്ന്, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ മുസ്ലിമാകാൻ റെഡിയാണ്, പക്ഷെ ഞാൻ നിങ്ങളോട് ചെയ്തതിനെല്ലാം നിങ്ങൾ എനിക്ക് പുറത്തു തരുമെങ്കിൽ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല അംറേ, ഞാൻ അതൊക്കെ വിട്ടു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതോടെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു. ഹിജറ പോകേണ്ട ഘട്ടത്തിൽ ഹിജറ പോയിട്ടുണ്ട്. പക്ഷേ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ മകൻ വന്നിട്ട് വാപ്പാനോടൊരു ചോദ്യമുണ്ട്, വാപ്പാ, എന്താ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ നബി തങ്ങളുടെ കൂടെ ജീവിച്ചവരല്ലേ? നബി തങ്ങൾക്ക് ബൈഅത്ത് ചെയ്തയാളല്ലേ? നിങ്ങൾ പ്രിയപ്പെട്ട സഹാബിയല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ മരണാസന്ന സമയത്ത് ഇത്ര ബേജാറാകുന്നത്? അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു, ഇനിയുള്ള നാളുകളിൽ നമ്മുടെ മനസ്സിൽ കൊത്തി നിറക്കേണ്ടുന്നൊരു വാക്കാണത്. മോനെ, ഞാൻ അന്ന് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാം സ്വീകരിച്ചതോടെ കഴിഞ്ഞതൊക്കെ പൊറുക്കപ്പെട്ടു. മോനെ, ഹിജറ പോയപ്പോൾ ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ കരയൂലായിരുന്നു. ഹിജറക്ക് മുമ്പുള്ളതെല്ലാം പൊറുക്കപ്പെടും. പക്ഷേ ഞാൻ ഹിജറക്ക് ശേഷം പ്രവാചകൻ എൻ്റെ കഴിവ് കണ്ടപ്പോ, എൻ്റെ നല്ല അധ്വാനശീലം കണ്ടപ്പോ, സമൂഹത്തിനെ നയിക്കാനുള്ള ശേഷി കണ്ടപ്പോ എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നു. ആ ജോലികൾ ഏൽപ്പിച്ചു, പല പോസ്റ്റുകൾ തന്നു. എനിക്കിപ്പോൾ മരണത്തെ പേടിയാണ്. ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിൽ എന്തെങ്കിലും ഒരു തരിമ്പ് അനീതി ചെയ്തിട്ടുണ്ടാകുമോ, അതിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ മരണത്തിന്റെ കിടക്കയിൽ ഞാൻ കിടന്ന് കരയുന്നത്. അത്ര സുഖമുള്ള പരിപാടിയല്ല എന്നാണ് അവിടെ ആ പറഞ്ഞ ഓർമ്മപ്പെടുത്തൽ കൊണ്ടുള്ളത്. പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഒന്ന് ഇരുത്തി മനസ്സിലാക്കി ആലോചിക്കുക. ഒരു ജനാധിപത്യ പ്രക്രിയ എന്നത് നമ്മുടെയൊക്കെ കടമയാണ്. അതിലൊക്കെ നമ്മൾ പങ്കുകൊണ്ടു. ശരിയാണ്, സീരിയസ് ആയി കാണേണ്ടുന്ന വിഷയമാണ്. ജനാധിപത്യവും ഭരണമെന്നൊന്നും പറയുന്നത് ഒരു കളി തമാശയായി കാണേണ്ട ഒന്നല്ല. ഭാരവാഹി എന്ന വാക്കിന്റെ അർത്ഥം ആ ഭാരം ഏറ്റെടുക്കുന്നവൻ എന്നാണ്. ഞാനും നിങ്ങളൊക്കെ ഭാരവാഹിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങൾ ഓരോരുത്തരും യജമാനന്മാരാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. അവരോടുള്ള കടമ നിർവഹിച്ചിട്ടില്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടും. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, അയാളുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കുടുംബത്തിന് കൊടുക്കേണ്ട ദീന് കൊടുത്തോ? കുടുംബത്തിന് ചെയ്തു കൊടുക്കേണ്ടത് നീതി പാലിച്ചോ? അങ്ങനെ ഓരോ സ്ഥലത്തുമുള്ള ഉത്തരവാദിത്തങ്ങൾ അവനോട് ചോദിക്കപ്പെടും. അതുകൊണ്ട് ഇതൊരു വലിയ അമാനത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് എന്ന ബോധമുണ്ടാവണം. എന്നാൽ ഒരിക്കലും വിജയത്തിന്റെയും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളിൽ മതിമറന്ന് അമിതാഹ്ലാദത്തിന്റെ വക്താക്കളായി നമ്മൾ മാറരുത്.
അതിൻ്റെ പേരിൽ ഇനി അടി, അതിൻ്റെ പേരിൽ കലാപങ്ങൾ, അതിൻ്റെ പേരിൽ ആഹ്ലാദത്തിന്റെ മറവിൽ ഇനി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി മാറാൻ പാടില്ല. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. ഖാറൂൻ എന്ന് പറയുന്ന ധനാഢ്യനായിരുന്ന പണക്കാരന്റെ ഞെളിപ്പ് കണ്ടപ്പോ, പണം കൊണ്ട് വല്ലാതെ അമിതമായി ആഹ്ലാദിക്കുന്ന കണ്ടപ്പോ നാട്ടുകാര് ഖാറൂനോട് പോയി പറയാനില്ല, അമിതമായി ആഹ്ലാദിക്കല്ലേ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ, അമിതാഹ്ലാദക്കാരെ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല, അതൊരു നല്ല ഗുണമല്ല. എന്നാൽ ജയിക്കുമ്പോഴെപ്പോഴും നമ്മൾ അതിൻ്റെ കടമ മറക്കരുത്. പറഞ്ഞു പോയ വാക്കുണ്ടല്ലോ, വാഗ്ദാനങ്ങളുണ്ടല്ലോ, പരമാവധി അത് പാലിക്കണം. വഔഫൂ ബിൽ ഉഖൂദ്, കരാറുകൾ നിങ്ങൾ പൂർത്തിയാക്കണം, പാലിക്കണം. ജനസേവനം ചെയ്യാനുള്ള ചാൻസ് ലഭിക്കുന്നവരൊക്കെ അത് വലിയ പുണ്യമായി കാണണം. ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളാണല്ലോ മുസ്ലിമീങ്ങളായി ഈ രംഗത്ത് മത്സരിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോരുത്തരും ആലോചിക്കണം, ഞാൻ എന്റെ ഉത്തരവാദിത്തമാണ് ജനസേവന പ്രവർത്തനം ചെയ്യുക എന്നത്. അതെനിക്ക് വമ്പിച്ച കൂലി കിട്ടുന്ന കാര്യമാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഒരാളെ അല്ലാഹ് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഏറ്റവും നല്ലവനായി പ്രവർത്തിക്കുന്നപ്പോഴാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന മനുഷ്യനെയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കലാണ്. ഇതൊക്കെ ജനസേവന പ്രവർത്തനം. വഴി ശരിയാക്കി കൊടുക്കൽ, അതുപോലെ തന്നെ ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, കടം വീട്ടാൻ സഹായിക്കൽ, വിശപ്പ് മാറ്റിക്കൊടുക്കൽ, അങ്ങനെയുള്ള ഒട്ടനേകം പുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് നാളെ പരലോകത്തേക്ക് കൂടെ അവന് ഉപകരിക്കുന്ന കർമ്മമാണ്. അത് അവസരമായി കാണാൻ അവന് കഴിയണം. 5 കൊല്ലം എന്ന് പറയുന്ന ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ പക്ഷപാതിത്വം കാണിക്കാതെ നീതിയോടെ അതിനെ കൊണ്ടുപോകാൻ ഒരാൾക്ക് കഴിയണം. ധാരാളം അവസരങ്ങളുണ്ട്. പണമുണ്ടാക്കാൻ, കൈക്കൂലി പറ്റാനുള്ള വേദികളുണ്ട്. അധികാരത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ആ ഹലാലായി മാറൂല. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പലപ്പോഴും പറഞ്ഞ വാക്ക, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അന്യായമായിട്ടൊരു നയാ പൈസ മേടിക്കാൻ പാടില്ല, അന്യായമായി സമ്പത്ത് തിന്നരുത്. ഇനി അതിൽപ്പെട്ട തന്നെ ഹദീസിൽ വന്ന വാക്ക് ലഅനല്ലാഹു റാശി, കൈക്കൂലി വേടിക്കുന്നവനെ ശപിച്ചിരിക്കുന്നു, വൽ മുർത്തശി, കൊടുക്കുന്നവനെയും, രണ്ടു കൂട്ടരെയും ശപിക്കും. അതൊരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു അനീതിയുടെ ഭാഗമാണ്. ഇടനിലക്കാരനായി അത് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനെയും ശപിച്ചിരിക്കുന്നുവെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ ആഹ്ലാദങ്ങൾ ജനങ്ങൾക്ക് ശല്യമായി മാറരുത്, രോഗികൾക്ക് പ്രയാസമായി മാറരുത്, വഴികളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്, ജനങ്ങളെ അല്ലെങ്കിൽ വിജയികളെ അമിത പ്രശംസകൾ കൊണ്ട് ആവശ്യമില്ലാതെ പൊതിയരുത്. പടക്കം പൊട്ടിച്ചോ മറ്റോ ജനങ്ങൾക്ക് ഒരു ഉപദ്രവകാരിയായി മാറുന്നവനായി നീ മാറരുത്. വഴിയിൽ കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പുണ്യമാണെന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. പണം കൊണ്ട് ആഹ്ലാദിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് 100 രൂപയ്ക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. ധൂർത്തിന്റെയും പൊങ്ങച്ചത്തിന്റെയും കേളികളായി മാറാതിരിക്കാൻ, വലാ തുബദ്ദിർ തബ്ദീറ, നീ ദുർവിനിയോഗക്കാരനായി മാറരുത്. കിട്ടുന്ന പണം മുഴുവൻ ഒരു കാര്യവുമില്ല, ജനങ്ങൾക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും നന്മ ചെയ്യുന്നതിന് പകരമായി നീ അതിനെ മാറ്റരുത്. തെറിയും പരദൂഷണങ്ങളും പൊങ്ങച്ചത്തരങ്ങളും പറഞ്ഞുകൊണ്ട് മാന്യമല്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ വിജയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തോറ്റവരായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടും മുറിപ്പെടുത്തിയും സംസാരിക്കാതെ അവരെയും കൂടി കർമ്മനിരതരാക്കി പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗമാണ് നാം ആഗ്രഹിക്കേണ്ടത്. മറിച്ച് ദീനിന്റെ വിഷയത്തിൽ ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നതുപോലെ പരലോകത്തെ പരാജയമുണ്ടാക്കാൻ ദുനിയാവിലെ വിജയങ്ങൾ കൊണ്ട് കാരണമാകരുത്. ദുനിയാവിലെ നഷ്ടങ്ങൾ നമുക്ക് നഷ്ടമല്ല എന്നും എൻ്റെ യഥാർത്ഥ ലോകം നാളെയാണ് എന്നും ഞാൻ മാത്രം അനുഭവിക്കേണ്ടുന്ന എൻ്റെ ഖബർ മുതൽ എൻ്റെ പരലോകം വരെയുള്ള ദിനങ്ങളിൽ എന്നെ മാത്രമാണ് പരിശോധിക്കുക എന്നത് ബോധ്യത്തോടു കൂടെയാവണം ഇടപെടുന്ന ഏത് രംഗത്തിലും നമുക്കുണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനപൂർണ്ണമായി
ധൈര്യമായി നമ്മുടെ നാടുകളിൽ ജീവിക്കാൻ, കുടുംബത്തോടൊപ്പം നല്ല സന്മനസ്സോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ വലിയ തൗഫീഖും ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ കാരുണ്യത്തിന് അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന സ്വാലിഹീങ്ങളിൽ സച്ചരിതരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടാൻ വേണ്ടി അധ്വാനിക്കണം, പ്രയത്നിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അവൻ്റെ ഏറ്റവും നല്ല അടിമകളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാധനാ സ്വാതന്ത്ര്യം എന്നത് ഇസ്ലാമിൽ വലിയ ചർച്ചയുള്ള കാര്യമാണ്. ഒരാണും ഒരു പെണ്ണും ആരാധനയുടെ കാര്യത്തിൽ വിവേചനമില്ല. അവർ സൽക്കർമ്മം ചെയ്തതിനൊക്കെയുള്ള പ്രതിഫലം അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ പള്ളികളിൽ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളിൽ ഒരു സ്ത്രീ ഇബാദത്ത് ചെയ്ത് നമസ്കരിക്കുന്നു, ജുമാ ക്ഷവിക്കുന്നു, അവിടുത്തെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്നു, മാന്യമായ വേഷവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പുരുഷന്മാരുടെ കൂടിക്കലരാതെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സമീപന രീതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, ചില വിഭാഗം ആളുകൾ അവർ പറയും ഹറാമാണ്, അങ്ങനത്തെ അവർ പോകുന്നതേ ഹറാമാണ്. രണ്ടാമതൊരു വിഭാഗം അവർ പറയുന്നതും തെളിയിക്കുന്നതും ജായിസാണ്. ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്, നിർബന്ധമല്ല. എന്നാൽ അവർക്ക് പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ പോകാം, കുഴപ്പമില്ല, ജായിസാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പറയുന്ന വ്യക്തികളുടെ സ്ഥാനമോ അവരുടെ നേതൃത്വമോ അവരുടെ പദവികളെക്കാൾ പുറത്ത് അള്ളാഹിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു, ദീനിൽ എന്താ അതൊക്കെ പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടാവും. മറിയം ബീവിന്റെ ചരിത്രം പറയാ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഏക സ്ത്രീയുടെ പേര് മറിയം ബീവിന്റെ പേരാണ്. ആ മറിയം ബീവി താമസിച്ചത് മസ്ജിദുൽ അഖ്സയിലാണ്, ബൈത്തുൽ മുഖദ്ദസിൽ. എന്നിട്ട് മറിയം ബീവിനോട് പറയുന്നത് എന്താണെന്നറിയോ, അവിടെ പുരുഷന്മാര് വരുന്ന സ്ഥലമാണ്, അവിടെ നിന്നൊക്കെ ഒഴിഞ്ഞു പോകണം എന്നാണെങ്കിൽ ശ്രദ്ധിക്ക, യാ മറിയമോ മറിയമേ ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ-റാകിഈൻ. മറിയമേ, നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് താഴ്മയോടെ ഭക്തി പുരസ്സരം ഇബാദത്ത് ചെയ്തോ, വസ്ജുദി നീ സുജൂദ് ചെയ്തോ, വർകഈ നീ റുകൂഅ് ചെയ്തോ, മഅർ-റാകിഈൻ റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം. ആരാ റുകൂഅ് ചെയ്യുന്നവർ? അറബി പഠിക്കുന്നവർക്ക് അറിയാം, റാക്കിഈൻ പുരുഷന്മാരെന്നാണ് അർത്ഥം. റുകൂഅ് ചെയ്യുന്ന പുരുഷന്മാരെന്നാണ് അർത്ഥം. അഥവാ അവിടെ പള്ളിയിൽ പുരുഷന്മാരുണ്ട് എന്ന കാരണത്താൽ സ്ത്രീകളെ ഒഴിവാക്കേണ്ടതില്ല. നീ അവരുടെ കൂടെ റുകൂഅ് ചെയ്തോ. 100 കണക്കിന് ഹദീസുകൾ വേണമെങ്കിൽ നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് വായിക്കാൻ പറ്റും. 100 കണക്കിന് ഹദീസ്. എന്തിന്? സ്വഹാബത്തിന്റെ കാലത്ത്, നബിന്റെ കാലത്ത് പള്ളിയിൽ പോയതും പള്ളിയിൽ വൃത്തിയാക്കിയതും രാത്രിയിൽ പോയതും ഇഅ്തികാഫിരുന്നതും എത്ര സംഭവം വേണമെങ്കിൽ വായിക്കാനുണ്ട്. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ഹദീസിന്റെ കിതാബിൽ അതുണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാന്റെ പള്ളികളെ തൊട്ടുകൊണ്ട് അഭയാർത്ഥികളായ സ്ത്രീകളായവരെ നിങ്ങൾ തടയാൻ പാടില്ല. പോണെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല നിങ്ങൾ പറയരുത്. നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ഭാര്യമാരോട് സഹോദരിമാരോട് പള്ളി പോകരുതെന്ന് നിങ്ങൾ വിലക്കരുത്. അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് അവർ പോവേണ്ടത്. നിങ്ങളത് തടയാൻ പാടില്ല. നബി തങ്ങൾ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും, നിസാക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം വന്ന് ചോദിച്ചാൽ ബില്ലൈലി, രാത്രിയിൽ. പകല് പോണേന് നമ്മൾ പറയും അത് പകലല്ലേ.
രാത്രി വന്ന് ഒരു രാത്രി നമസ്കാരം മഗ്രിബിനോ ഇശാഇനോ അനുവാദം ചോദിച്ചാൽ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, വീടിന്റെ ഉള്ളിലേക്കല്ല, പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫഇദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ഹദീസാണ്, സംശയമുള്ളവർക്കൊക്കെ പഠിക്കാം. നബി തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. ആയിഷ ബീവി പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, ഞങ്ങൾ സ്ത്രീകൾ ഉണ്ടായിരുന്നു നബിന്റെ കാലത്ത്, യഷ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലിന്റെ കൂടെ പങ്കെടുക്കാറുണ്ടായിരുന്നു സ്വലാത്തൽ ഫജ്രി. നാട്ടിലൊക്കെ കടന്നുറങ്ങുന്ന സമയത്ത്, മറ്റുള്ള മനുഷ്യന്മാരൊക്കെ കടന്നുറങ്ങും, മുസ്ലിങ്ങൾ പള്ളി പോണ സമയമാണല്ലോ, ആ ഫജ്റിന്റെ സമയത്ത് ഞങ്ങൾ നബിന്റെ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. ആയിഷ ബീവി പറഞ്ഞാ പോരെ? അതിനേക്കാൾ വലുതാണ് നമ്മളെ നാട്ടിലെ ഏതെങ്കിലും ബീവിമാര്? ഇങ്ങനെ നോക്കിയാൽ എത്രയെത്ര ഹദീസുകൾ നമുക്ക് വായിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില ആളുകളുടെ, മനുഷ്യന്മാരുടെ വികലമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഉംറക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾ, നിങ്ങളൊക്കെ ബന്ധുക്കളെ കൊണ്ടുകൊണ്ട് ഏത് ഗ്രൂപ്പിലാണ് പോണത് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. എന്റെ കാരണം എന്നറിയോ? നമ്മളൊക്കെ 10-12 വർഷമായി ഈ മേഖലയിൽ കാണുന്ന വല്ലാത്തൊരു ചൂഷണം പറയാ. നിബിതങ്ങൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്നതിലപ്പുറത്ത് നിബിതങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യത്തിന് വിസമ്മതിക്കുകയാണ്. പ്രധാനമായി ഇരുഹറമുകളിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിന് പോകരുത്. ആര്? ഇവിടുന്ന് 80,000 90,000 രൂപ മേടിച്ചിട്ട് അവിടെ എത്തിയ മനുഷ്യന്മാർ, അവിടെ റൂമിലിരിക്കുകയാണ്. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിന് പോകരുത്. അവിടെ പോകുന്ന 200 കണക്കിന് രാജ്യക്കാർ പോകുന്നുണ്ട്. നമ്മളെ കേരളത്തിന് മാത്രം ഒരു മതനിയമമുണ്ടോ അങ്ങനെ? എന്നിട്ട് അവരെ അവിടെ നിന്ന് ആ സമയത്ത് ബാങ്ക് കൊടുത്താൽ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ബാക്കിയുള്ളവരൊക്കെ പള്ളിക്ക് വരുമ്പോ കേരളത്തിലെ പ്രിയപ്പെട്ടവരായ നമ്മുടെ ഉമ്മപങ്ങന്മാരോട് പറയാണ്, ഹറാമാണ്. എത്ര 1,00,000 റക്അത്താണ് അവിടെ ഒരു പള്ളിയിലെ ജമാഅത്തിന്റെ പ്രതിഫലം. മദീനത്ത് 1000 റക്അത്തിന്റെ പ്രതിഫലാണ്. അതിന് കൊണ്ടുപോകില്ല. എന്നിട്ട് നാട്ടിൽ കൂടെ ആ മലന്റെ മുകളിലും ഈ മലന്റെ മുകളിൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഭയങ്കര കറാമത്തുണ്ട്, അവിടെ പുണ്യുണ്ട്, ഇവിടെ എത്ര വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ കൊണ്ടുപോയി സുജൂദിപ്പിക്കുക. ഈ രംഗം നമ്മുടെ നാട്ടിൽ ഇന്ന് സജീവമാണ്. അതുമാത്രമല്ല, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്കൊക്കെ സകല പെർമിഷനാണ്. പള്ളി ഹറാം, മഖാമിലേക്ക് പോകാം, ജാറങ്ങളിൽ പോകാം, ഉറൂസിന് പോകാം, കൊട്ടിക്കലാശത്തിന് പോകാം, ആഹ്ലാദത്തിന് ചാടിക്കളിക്കാം, സ്റ്റേജിലും അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും തുള്ളിച്ചാടാം. അപ്പോഴൊന്നും ഹറാമിന്റെ ഒരു ഫത്വയും വായിക്കൂല. ഒരു പെണ്ണ് അവർക്ക് മാത്രമുള്ള പള്ളികളിലെ ഏരിയകളിൽ വന്ന്, നമ്മളിവിടെ പഠിക്കുന്ന സ്ത്രീകൾ നമസ്കരിച്ചു പോകണു, നമ്മൾ ആരെങ്കിലും അവരറിയുന്നുണ്ടോ? അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നിട്ടും അതിന് ഹറാം എന്ന് പറയുന്ന മനുഷ്യർ ശരിക്കു പറയേണ്ടുന്ന പല ഭാഗങ്ങളിലും വിലക്കേണ്ടുന്ന ഭാഗങ്ങളിൽ ഇത് പറയുന്നില്ല. നേർച്ചകളുടെയും ഉറൂസുകളുടെയും പേരിൽ നടക്കുന്ന ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് നിരങ്ങുന്ന, ഒരു മറയുമില്ലാതെ നീങ്ങുന്നതെടുത്ത് ഒരു ഹറാമിന്റെ ഒരു ചെറിയ സംസാരം പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര മനുഷ്യന്മാർ അതിൽ നിന്ന് പിന്തിരിയുമായിരുന്നു. അതുകൊണ്ട് പഠിക്കുക, വായിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും, തോന്നിയതുപോലെ ആകരുത്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കരുത്, പുരുഷന്മാരോട് കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്, അണിഞ്ഞൊരുങ്ങി നടക്കരുത്. ചില കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവർ സ്ത്രീകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പക്ഷേ ഇന്ന് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പള്ളികളിൽ ചെറിയ ബോർഡ് വരാൻ തുടങ്ങി, യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം. അത് നമ്മളെ കണ്ടു പഠിച്ചതാണ്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അത് സമ്മതിച്ചല്ലോ, അതെങ്കിലും സമ്മതിക്കാൻ കഴിഞ്ഞല്ലോ. അവിടെ എന്താണ്, എന്ത് മാനദണ്ഡമാണ് അതിന് പറയാനുള്ളത്? അതും പള്ളിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. എത്ര ചെറിയ ഗ്യാപ്പാണുള്ളത്. ശരി, അതിനെ എതിർക്കുന്നൊന്നുമില്ല. ആ കാര്യം അതുപോലെ സമ്മതിക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഇനിയും തുറന്നു പറയാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ പ്രമാണങ്ങൾ പറയുന്നതിനെ അംഗീകരിക്കാൻ,
വഹീന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിൽ വന്നതിനെ ഉൾക്കൊള്ളാൻ മറ്റാരൊക്കെ എതിർത്താലും ആണത്തത്തോടെ സത്യത്തിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു വല്ലാത്ത മനസ്സ് പടച്ച റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹുവെ, മരണപ്പെട്ടു പോയി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങളുടെ സഹോദരൻ സൗദിയിലെ ഹായിൽ നീണ്ട വർഷക്കാലത്തോളം പ്രബോധകനായിരുന്ന പണ്ഡിതനായിരുന്ന പാലക്കാട് അബ്ദുസ്സലാം മൗലവി കഴിഞ്ഞ ആഴ്ചയിലാണ് വിട പറഞ്ഞു പോയത്. അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ കാഴ്ചകൾ കാണുന്ന ബർസഖിൻ്റെ സുഖലോലുപമായ ജീവിതം അദ്ദേഹത്തിന് നീ പ്രദാനം ചെയ്യണമേ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. രോഗികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട്, പ്രായത്തിൻ്റെ അവശത അനുഭവിക്കുന്നവരുണ്ട്, കീമോതെറാപ്പി ചെയ്യുന്നവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങളുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, പൂർണ്ണമായ ശിഫ നീ അവർക്ക് പ്രദാനം ചെയ്യണമേ. റഹ്മാനെ, ഞങ്ങളുടെ സമ്പത്തിലും ജോലിയിലും വരുമാനങ്ങളിലും ഖൈറും ബറക്കത്തും നൽകണമേ. ഞങ്ങളുടെ നാട്ടിൽ സമാധാനത്തോടെ ഞങ്ങളുടെ മതത്തെ മുറുകെ പിടിച്ചു ജീവിക്കാനുള്ള സുരക്ഷിതമായ ജീവിതം ഞങ്ങൾക്ക് നീ നൽകണമേ. റഹ്മാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. സത്യത്തിൻ്റെ കൂടെ നിലക്കൊള്ളാനുള്ള ആർജവം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഇസ്സത്തുള്ള ജീവിതം പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا توفنا مع الأبرار. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آمنا فاكتبنا مع الشاهدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.